ശരി, അപ്പം നമ്മൾ ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് ഇടങ്ങളിൽ പോയി, ഇനിയും ഒരുപാട് ഇടങ്ങളിൽ പോകണം എന്നുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെയുള്ള യാത്രകളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ? സഞ്ചരിക്കാൻ ഇടത്ത് അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഇന്ന ഇടത്ത് പോകണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. എവിടേക്കാണ് ആഗ്രഹം? മനസ്സിലാക്കി ജർമ്മനി പോരട്ടെ. ജർമ്മനി ഓഷ്വിറ്റ്സ് ഒന്ന് കാണാനുണ്ട്, ബെർലിൻ കാണാനുണ്ട്, ബവേറിയ കാണാനുണ്ട്, ജർമ്മനിയുടെ സ്റ്റേറ്റുകളാണ്, മ്യൂണിക് കാണാനുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ എണ്ണി ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും എത്രയും വേഗം പ്രാഗ് കാണാനുണ്ട്, ലിസ്റ്റ് പോരട്ടെ. പാരീസ് കാണാനുണ്ട്. അത് കൗണ്ട്ലെസ് ആണ്, എണ്ണാൻ പറ്റുന്ന. ഇവിടെയൊക്കെയും ഒരു നാൾ കൃഷ്ണകുമാർ പോകുന്നു, അതിൻ്റെയൊക്കെ നമ്മളിങ്ങനെ വായിക്കും. കൃഷ്ണകുമാർ ലണ്ടനിൽ എന്നൊക്കെയുള്ള ടൈറ്റിലൊക്കെ സംഭവിക്കും. ഇവിടങ്ങളിൽ നമ്മുടെ പലരും ഇതുപോലെയുള്ള ചില സ്പെഷ്യലായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, അവർക്കൊക്കെയും നമ്മുടെ നാട്ടിൽ പോലും അവർക്ക് വളരെ ഈസി ആയിട്ട് പോകാനോ വരാനോ യാത്ര ചെയ്യാനോ ഒക്കെയുള്ള പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് കൃഷ്ണകുമാറിൻ്റെ അഭിപ്രായം? ആ ഒരു പരിമിതി വരുമ്പോൾ ഉണ്ടാകുന്ന അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ആരുടെയും സഹായം ഇല്ല, നമുക്ക് ഒരിടത്തും പോകാനാകില്ല എന്നുള്ളൊരു വലിയ പ്രയാസം ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് കൃഷ്ണകുമാരൻ എന്നാ പറയാനുള്ളത് അതിനെക്കുറിച്ച്? ആക്സസിബിലിറ്റി ഒരു പ്രധാന പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഒരു മൂന്നാം ലോക രാജ്യത്ത് വളരെ ഒരു പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടി അതൊരു പ്രൊഫഷണലാകാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മുഖാമുഖം നടന്ന സമയത്ത് മുഖ്യമന്ത്രിയായിട്ട് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് ഒന്നതാണ്. അപ്പോൾ 4 കാര്യങ്ങൾ സംസാരിച്ചിട്ട് എൻ്റെ വീഴ്ചയിൽ തിരിച്ച സമയത്ത് CM കൈവയ്ക്കുക എന്നെ ഒന്ന് കാണിച്ചു. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമാണ് എന്നൊന്ന് തന്നെ. അപ്പം അതൊന്നായിരുന്നു ഈ പറഞ്ഞ ഒരു കാര്യം. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൊഫഷണലാകുന്നതായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അതുപോലെ അമച്വർ ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും പുസ്തകങ്ങളോടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു, പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണെന്ന് എൻ്റെ ഇടയിൽ പറഞ്ഞു. എങ്ങനെയാണ് പുസ്തകങ്ങൾ, ഏതൊക്കെ പുസ്തകങ്ങളൊക്കെയാണ് ഇപ്പോൾ വായിക്കുന്നത്? വിവേകാനന്ദൻ്റെ മലയാളത്തിലെ സുവർണ്ണ കൃതികൾ എന്ന് പറയുന്ന ഒരു കളക്ഷനാണ്, കഥകളുടെ സമാഹാരമാണ്. ഞാൻ മറ്റേ നമ്മുടെ കിൻഡിൽ വെച്ചിട്ടാണ് വായിക്കുന്നത്. കിൻഡിൽ ആപ്പ് ലാപ്ടോപ്പിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് കാരണം എനിക്ക് ഈ പേജ് പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയാണ് വായിക്കുന്നത്. വായനകളൊക്കെ എങ്ങനെയാണ്, ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതായാലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായാലും ഒക്കെ ലാപ്ടോപ്പ് വഴിയാണ് ആകാൻ ശ്രമിക്കാറുണ്ട്. അപ്പം സിനിമയായാലും ഒക്കെ കഴിയുന്നതും അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കാറുണ്ട്. ഏറ്റവും പുതിയതായിട്ട് കണ്ട സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടു, കഴിഞ്ഞ ദിവസം ഭ്രമയുഗം കണ്ടു. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ട്രയാങ്കിൾ ഓഫ് സാഡ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവിയാണ്. മഞ്ഞുമ്മൽ ബോയ്സ് തിയേറ്ററിൽ പോയാണ് കണ്ടേ? ഓ, എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണാക്കേവിലൊക്കെ പോകുന്ന അത്രയും റിസ്കി സാധനങ്ങൾ വേറെന്താ? അല്ല, എല്ലാരും ഈ പറയുന്ന പോലെ അത്രയും ആവേശമൊക്കെ തോന്നിയോ അത് സിനിമ കണ്ടോ? അവരോട് ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ട്? ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. ഇപ്പൊ ഇതിന്റെ താഴെ വന്നിട്ട് ഗണപതി കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ ഒന്നുകൂടി പോയി കാണും അങ്ങനെയെല്ലാം പറയാൻ തോന്നുന്നു. വീഡിയോ തന്നെ നോക്കി കാരണം ഇവരെന്നെ കുറ്റായിട്ടാണ് വിളിക്കുന്നത്. അപ്പം അത് വെച്ചിട്ടൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാഹിന എന്ന് പറഞ്ഞൊരു മോൾ ചെയ്തു. ആണോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ തന്നെ നമുക്കൊരു വീഡിയോ ആയിട്ട് പറയാം. നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിലെ കുട്ടേട്ടൻ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്താൽ ഈ കുട്ടേട്ടനെ ഹാപ്പി ആവും അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്താലോ? എന്നാ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ. ഓക്കെ, ശരി. ഇനി നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കവിത കൂടി ചൊല്ലി ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാത്ത വ്യക്തിയെ ഓർത്ത് ഡെഡിക്കേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ കവിതയോടുകൂടി അവസാനിപ്പിക്കാം. മധുസൂദനൻ നായർ സാറിൻ്റെ ഗംഗ എന്ന് പറഞ്ഞ കവിതയുണ്ട്. ഇത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാൻ കായത് കഴിഞ്ഞ വർഷം സ്പീക്കറായിട്ടുണ്ടായിരുന്നു മാതൃഭൂമിയുടെ. അപ്പം അന്ന് അവിടെ മധുസൂദനൻ സാറ് വന്നു. അപ്പം അദ്ദേഹം സ്പീച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്ന സാറിനെ കണ്ടു.
അപ്പോൾ സാറിൻ്റെ കവിത വായിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാനും ബാലു ഉണ്ടായിരുന്നു കൂടെ. അപ്പം അദ്ദേഹത്തെ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഗംഗയുടെ 2 വരികൾ ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അധികം വായിച്ചിട്ടില്ലാത്തൊരു കവിതയാണ്, അത് വായിച്ചു എന്നറിഞ്ഞത് ഒരുപാട് സന്തോഷം, ഇനിയും വായിക്കുമെന്ന് പറഞ്ഞു. വളരെ ഒരു 4 വരി കവിത ചൊല്ലാം. തീർച്ചയായിട്ടും. നിന്നെ കുറിച്ചാര് പാടും ദേവി, നിന്നെ തിരഞ്ഞാരു കേഴും. നിന്നെ കുറിച്ചാര് പാടും ദേവി, നിന്നെ തിരഞ്ഞാരു കേഴും. അരികവൻ തിങ്കൾ തേനുന്നുപോരുണ്ട്, വിരിവെച്ച് വാച്ചയ്ക്കൊരുങ്ങുപോരുണ്ട്. നിമിഷനിധി എന്നി പരം തുണി കിഴികത്തെ നിലവറ നിറയ്ക്കുന്ന വൈശ്രവണരുണ്ട്. ഭക്തന്റെ വീർപ്പം വിയർപ്പം പൊരിപ്പിച്ച് മുത്തിക്കുരുങ്ങുന്ന ഭൂതഗണമുണ്ട്. ഭക്തന്റെ വീർപ്പം വിയർപ്പം പൊരിപ്പിച്ച് മുത്തിക്കുരുങ്ങുന്ന ഭൂതഗണമുണ്ട്. ഗംഗേ ഗംഗേ തവ ശാന്തി തീർത്ഥസംഘേ, ഗംഗേ തവ ശാന്തി തീർത്ഥസംഘേ. പ്രണയവും ജീവിതവും ഒരിടവും എല്ലാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സാധ്യമാകട്ടെ എന്ന എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. താങ്ക് യു ഹേതറി, താങ്ക് യു ശശി. താങ്ക് യു.